നമ്മള് ഓണമായിട്ടല്ല, ആദ്യം ഹലോ ഗൈസ് പറ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. റുബീനാത്ത ഞങ്ങളെ ബ്ലോഗിൽ ഇടയ്ക്കൊന്ന് ഹായ് പറയാം. പറ. അപ്പം ഇന്ന് തിരുവോണമല്ലേ? തിരുവോണമായിട്ട് ഞങ്ങൾ സെറ്റ് സാരി ഒക്കെ കൊടുത്ത് സെറ്റായിട്ട് കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ തിരിച്ച് അജ്മലിന്റെ ഡ്യൂട്ടിക്കും ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്കും പോവുകയാണ്. മൊത്തം ആൾക്കാരാണ് ഗൈസ്. കാരണം ഇതൊരു പാർക്കാണ് ഗൈസ്. നിങ്ങൾക്ക് പുറകെ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും മൊത്തം ആൾക്കാരാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ മാത്രം സംസാരിക്കുന്നുള്ളൂ. അജ്മൽ എന്തെങ്കിലും പറ. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് കയറാൻ ടൈം ആവാറായതുകൊണ്ട് ഓടിയാണ്. അതെ, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറാൻ ടൈം ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ കൂടെ വന്ന ഒരാളുടെ ഫ്രണ്ടിനെ കണ്ടു. ബ്ലോഗ് അങ്ങനെ ഹാപ്പി ഓണം. ഞങ്ങളുടെ തിരുവോണം കഴിഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ഇപ്പം 7 മണി ആകാറായതേ ഉള്ളൂ. തിരുവോണത്തിൽ ഞങ്ങൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് അജ്മൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോയി സദ്യയൊക്കെ കഴിച്ച് പിന്നെന്തായിരുന്നു 2 തരം പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിച്ച് അടിച്ചിട്ട് തിരിച്ചു വരുവാണ്. അതേതാ നടുക്കൊരു കുരങ്ങൻ? നിന്റെ കുരങ്ങൻ. അജ്മലെ എങ്ങനെയുണ്ട് കുവൈറ്റിലെ ഓണം? സോറി, കുവൈറ്റിൽ ഫർവാനയിലെ ഓണം. തോന്നിയില്ല. അതെന്താ അങ്ങനെ തോന്നാൻ? ഞാൻ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയ പറ പറഞ്ഞു പറയിപ്പിക്കണമല്ലോ. ഇപ്പൊ നല്ല പെങ്ങന്മാരെ കിട്ടി. അടിപൊളിയായിരുന്നു. നാട്ടിലെ ഓണം മിസ് ചെയ്തോ? ഒട്ടും മിസ് ചെയ്തില്ല. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. നിങ്ങളുടെ കരുനാപ്പള്ളിയിലെ ഊണാണോ നല്ലത്? അത് ഇവിടുത്തെ ഊണായിരുന്നു? ചോറ് അവിടെ കിട്ടിയാലേ എല്ലാം നല്ലതാണെന്ന് പറയും. പൊന്നനെ നോക്കി പൊന്നൻ എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിലെ ഓണമാണോ ഇവിടുത്തെ ഓണമാണോ? നാട്ടിലെ ഓണമായിരിക്കും അല്ലേ? എന്നാൽ ഇവിടുത്തെ ഓണം മോശമായിരുന്നോ? കൃഷ്ണേന്ദൂരോ? എവിടെയായാലും ഓണം തന്നെയായിരുന്നു. റുബീനാത്താക്കോ? ഓണം ഇവിടെ സെറ്റല്ലേ? അപ്പൊ ഹാപ്പി ഓണം. മോശോറ് ഞാൻ പിന്നെ കൊടുത്താൽ മതി, അതോ ഇപ്പൊ കൊടുക്കണോ? അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഓണത്തിന്റെ സദ്യയൊക്കെ കഴിച്ച് ഗ്രീൻ പെപ്പറിൽ നിന്നും വെളിയിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പൊന്നൻ, നമ്മുടെ സുഹൃത്താണ്. അതുമാത്രമല്ല നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും. ആ സുഹൃത്തിന്റെ ഭാഗങ്ങളാണ് റുബീന. ആ തൊട്ട് പുറകിലെ ശില്പ, അതിന്റെ പുറകിലെ നമ്മുടെ സുഹൃത്ത് ഫോട്ടോഗ്രാഫറാണ്. വന്നപ്പോ തൊട്ടേ ഫോട്ടോ എടുക്കും. തകൃതിയായി ഞങ്ങൾ ഓണം ആഘോഷിച്ചിരിക്കുന്നു. ഞങ്ങൾ കുവൈറ്റിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ 2ാമത്തെ ഓണം. ആദ്യത്തെ ഓണം ഇല്ലായിരുന്നു, 2ാമത്തെ ഓണം ഞങ്ങൾ ഒരു ഗിഫ്റ്റ് താഴ്ചെന്ന്. അപ്പൊ ഹാപ്പി ഓണം.